നടത്തിയത്. സ്ഫോടകവസ്തുക്കൾ മാത്രമല്ല ഡിറ്റനേറ്ററും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വലിയ മാരക പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് നൽകുക, എത്ര പേർ അറസ്റ്റ് ചെയ്യും, ഈ കസ്റ്റഡിയിലുള്ളവരെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ തുടങ്ങിയ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. സാജിദ് അജ്മലിലേക്ക് വീണ്ടും പോകുന്നു. സാജിദ്, ഈ അറസ്റ്റിലായവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായോ? അല്ല, കസ്റ്റഡിയിലായവരുടെ? ഈ സുരേഷിനെ കൂടാതെ തൃശൂർ ജില്ലയിലെ ഉള്ള ആളുകളാണ് മറ്റ് രണ്ടുപേർ എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുള്ള സമാനമായ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചു എന്ന കേസുള്ള 2 പേർ കൂടിയാണ് ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 2 പേർ. ഇവർ ആരാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അവർ ഈ നേരത്തെ തന്നെ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച ആളുകൾ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ്, ഒരു റെയ്ഡാണ് പോലീസിനെ സംബന്ധിച്ച് ഇത്. കാരണം കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഈ മൂത്താന്തറയിലെ സ്കൂളിൽ RSS നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാ പീഠം എന്ന സ്കൂളിൽ നിന്നും ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ഈ സ്ഫോടനത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതോടൊപ്പം ഒരു വയോധികയ്ക്കും പരിക്കേറ്റിരുന്നു. അതിൽ യാതൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ പോലീസ് ഈ സുരേഷിന്റെ വീട്ടിൽ എത്തുന്നത്. സുരേഷിനെ മറ്റ് 2 ആളുകളാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഏൽപ്പിച്ചത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച് റെയ്ഡ് നടക്കും എന്ന അറിഞ്ഞ് അത് സുരക്ഷിതമായ കേന്ദ്രം എന്ന നിലയ്ക്ക് സുരേഷിന്റെ വീട്ടിലേക്ക് മാറ്റിയതായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയോ. ഇപ്പോഴും പോലീസിന്റെ പരിശോധന തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഇതിൽ പ്രധാനമായും ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചു, അതോടൊപ്പം തന്നെ ഇതിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മൂത്താന്തറയിലെ സ്കൂളിലെ സ്ഫോടനവും ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതും തമ്മിൽ ഈ കേസും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം എന്നിവയെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കും. ഈ ദിവസങ്ങളായി 2 ആഴ്ചയായിട്ടും യാതൊരുവിധ പുരോഗതിയും സ്കൂളിന്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അതിൽ തുടർന്നുള്ള പരിശോധനയിലാണ് ഇപ്പോഴിത് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തുക്കൾ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റും. അതിൽ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ്. 24 മെറ്റൽ ഡിറ്റക്ടറാണ് അതുകൊണ്ട് തന്നെ ഇത് നിർവീര്യമാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ആവശ്യമായി വരികയും ചെയ്യും. ഈ പോലീസിന്റെ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. നേരത്തെ സന്ദീപ് വാര്യർ സൂചിപ്പിച്ച പോലെ RSSന് BJPക്കുമെല്ലാം വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇതും. അതോടൊപ്പം തന്നെ ഈ കല്ലേക്കാട് ഉള്ള വലിയ RSS തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഈ സുരേഷ് BJP പ്രവർത്തകനാണ്. ഇപ്പോൾ BJP പ്രവർത്തകർ അത് തള്ളിക്കളയുന്നുണ്ട്. ഈ BJP പ്രവർത്തകനല്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ BJP പ്രവർത്തകനാണ് എന്ന് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് 2 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ആ ആളുകൾ ഈ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ പ്രദേശത്ത് ഉള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സുരേഷ് താമസിക്കുന്ന വീട്, അതിൽ സുരേഷ് മാത്രമാണ് ഉള്ളത് എന്നാണ്. ഇപ്പോൾ ധാരാളം മദ്യക്കുപ്പികളും മറ്റും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ സുരേഷ്, ശശീന്ദ്രൻ എന്നീ ഈ പോലീസിന്റെ ബോർഡാണ്. ഇവരുടെ വിവരങ്ങളും മറ്റും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് അവരുടെ റെക്കോർഡ്സിൽ എഴുതിയത് പ്രകാരം ശശീന്ദ്രൻ 40 വയസ്സ്, മണിക്കുറ്റിക്കുളം പാലക്കാട്, ഉണ്ണികൃഷ്ണൻ വയസ്സ് 38, അതോടൊപ്പം തന്നെ ഈ സുരേഷ്, ഈ 3 പേരെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. അത് പോലീസ് പരിശോധനയ്ക്കും മറ്റുമായി അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ, സുരേഷ്, അതോടൊപ്പം തന്നെ മറ്റു ശശീന്ദ്രൻ എന്നീ 3 പേരുകളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളുകൾ. ഇവർ ഇനി കൂടുതൽ ഈ ഇതിൽ സ്ഫോടകവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും സ്കൂളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സാഹചര്യത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് BJP പ്രവർത്തകനായ കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററും കണ്ടെടുത്തത്. ഈ ഡിറ്റനേറ്ററുകളുടെ സാന്നിധ്യം, അതായത് വലിയ തോതിലുള്ള ബോംബ് നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയം എന്തായാലും ഉയർത്തുന്നുണ്ട്. പോലീസ് 3 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. സുരേഷ്, ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നീ 3 പേരാണ്. മറ്റ് 2 പേർ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ സ്വദേശികളാണ്.
ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? ഇവർക്ക് സ്കൂളിലെ ബോംബുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ ബോംബ് നിർമ്മാണശാല BJPക്ക് വേണ്ടി RSSന് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഫോടക വസ്തുക്കൾ വലിപ്പം കുറഞ്ഞവയാണ്. പക്ഷേ അതോടൊപ്പം ഡിറ്റനേറ്റർ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. നേരത്തെ സ്കൂളിൽ കണ്ടെടുത്ത ബോംബ് മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു എന്ന് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ബോംബ് വിദഗ്ധർ പരിശോധിച്ചപ്പോൾ തെളിഞ്ഞിരുന്നു. അപ്പോൾ അത് സാധാരണ രീതിയിൽ വലിയ അപകടമുണ്ടാക്കുന്ന ബോംബുകളാണ്. ഇപ്പോൾ നാം കണ്ടത് അതിൻ്റെ സ്വഭാവം ചെറുതാണ് ആ ബോംബുകൾ എന്ന് കാണാം. പക്ഷേ അതോടൊപ്പം ഡിറ്റനേറ്ററുകളുണ്ട്. ഈ ഡിറ്റനേറ്ററുകൾ ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണോ, ഒരു ബോംബ് നിർമ്മാണശാലയിലാണോ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത് എന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. സാജിദിലേക്ക് വീണ്ടും. സാജിദ്, ഈ വീട്ടിൽ മറ്റ് താമസക്കാരുണ്ടോ അതോ സുരേഷ് മാത്രമാണോ താമസിക്കുന്നത്? ഇതൊരു ബോംബ് നിർമ്മാണശാലയാണെന്ന് കാണാമോ? ബോംബ് നിർമ്മാണവുമാണോ ഇവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് വിശദമായ അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകൂ. ഇപ്പോഴെന്തായാലും 12 ഈ സ്ഫോടക വസ്തുക്കൾ, അത് നമ്മൾ നാടൻ ഭാഷയിൽ പന്നിപ്പടക്കം, ഈ പന്നിയെ കൊല്ലുന്നതിനും മറ്റു മലയോര മേഖലയിൽ ആളുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ളതാണ്. പിന്നീട് മെറ്റൽ ഡിറ്റക്ടറാണ് ഇത്. 24 എണ്ണമാണ് പിടികൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മറ്റ് 2 ആളുകൾ, അതായത് ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നീ ആളുകൾ അവരുടെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തുവാണ് ഈ സുരേഷിനെ ഏൽപ്പിച്ചത് എന്നുകൂടിയാണ്. അവരുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. ഈ മറ്റ് 2 പേരുടെ പശ്ചാത്തലം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 3 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിൽ സ്ഫോടനം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും അത് സംബന്ധിച്ച് പോലീസിന് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നതിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും അതിന്റെ ഭാഗമായി നടന്ന ഈ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതിൽ ഈ മൊത്തം വലിയ തോതിലുള്ള ഒരു സ്ഫോടക ശേഖരം തന്നെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് ഈ പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിനും ലഭ്യമാകൂ. യെസ്, എന്തായാലും വലിയ ഗൗരവമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ വ്യാസവിദ്യാപീഠം സ്കൂളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് ശേഖരവും അതുപോലെ ഡിറ്റനേറ്ററുകളും കണ്ടെടുത്തിട്ടുള്ളത്. 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലായ പേരുകൾ സുരേഷ്, ഉണ്ണികൃഷ്ണൻ, ശശീന്ദ്രൻ എന്നിങ്ങനെയാണ്. ഇതിൽ സുരേഷ് ഈ കല്ലേക്കാട് സ്വദേശിയാണ്. അദ്ദേഹം സുരേഷ് ഒരു BJP പ്രവർത്തകനാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും വ്യാസവിദ്യാപീഠത്തിലെ ബോംബ് സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഇനിയും കടക്കേണ്ടതുണ്ട്. സാജിദിലേക്ക് ഒരിക്കൽ കൂടി. സാജിദ്, ഈ നേരത്തെ പോലീസ് റെക്കോർഡുകളിൽ കണ്ട പേരുകളിലുള്ളവർ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത്? അത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അവർ ആരെല്ലാമാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സ്വദേശം അടക്കം ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിൽ ഈ അഡ്രസ്സും മറ്റുമുണ്ട്. അത് വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ സമാനമായ കേസ്, അതായത് സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ഈ ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നീ ആളുകൾക്കെതിരെ നേരത്തെ കേസുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് ഒരു ബ്രീഫിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ജില്ലാ പോലീസ് മേധാവിയോ ASPയുടെ നേതൃത്വത്തിൽ അത്തരമൊരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആളുകൾ, ഈ ചില ആളുകൾ എല്ലാം തന്നെ പുറത്ത് കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മറ്റ് ആളുകളൊന്നും തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. അത്തരം ആളുകൾ കൂടി ഈ സുരേഷിന്റെ കൈവശം മറ്റാളുകൾ കൊടുത്തതാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്.